ബിസിനസ് സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി. കടബാധ്യതകൾ കൊണ്ട് അറേബ്യൻ മണലാരണ്യത്തിലെ ജയിലറകൾക്കുള്ളിൽ കഴിയേണ്ടി വന്നു. ലോകം മൊത്തം കടക്കാരനാണെന്ന് കൂപ്പുകുത്തി. പിന്തിരിയാൻ തയ്യാറായില്ല. ജയിലിൽ നിന്നും പുറത്തു വന്ന് തൻ്റെ സാമ്രാജ്യത്തെ പടുത്തുയർത്തി. തിരിച്ചുവരവിൻ്റെ പുതിയ മുഖവുമായിട്ടാണ് അറ്റ്ലസ് രാമചന്ദ്രൻ വന്നിരിക്കുന്നത്. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നെഞ്ചും വിരിച്ച് വ്യവസായ ലോകത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ആ വലിയ മനുഷ്യൻ. മലയാളിയെ തിരിച്ചറിഞ്ഞ, മലയാളികൾ തിരിച്ചറിഞ്ഞ ആ വലിയ മുഖത്തിന് ഒരു എപ്പിസോഡ് നൽകുകയാണ് ഞങ്ങളിന്ന്. സ്പെഷ്യൽ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും തിരിച്ചുവരവുമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഒപ്പം അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, പറയാനുണ്ട്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് ടാഗ് ലൈനോടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ചേക്കേറിയ സ്ഥാപനമാണ് അറ്റ്ലസ് ജ്വല്ലറി. എന്നാൽ ചില കാരണങ്ങളാൽ ഈ സ്ഥാപനം തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. പക്ഷേ ജയിൽ മോചിതനായി വെറും 2 മാസം തികയുമ്പോഴേക്കും ഫിനിക്സ് പക്ഷിയെപ്പോലെ കുതിച്ചുയരുകയാണ് അറ്റ്ലസ് രാമചന്ദ്രൻ. കൈവിട്ടുപോയ ബിസിനസ്സും സമ്പാദ്യവുമെല്ലാം തിരിച്ചു പിടിക്കുകയാണ് അറ്റ്ലസ് രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വാർത്തകളാണ് ഓഹരി രംഗത്തു നിന്നും വരുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അറ്റ്ലസ് രാമചന്ദ്രന്റെ ജ്വല്ലറിക്കാണ് ഓഹരി മൂല്യത്തിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ ആദ്യവാരം 70 രൂപയായിരുന്ന ഓഹരിയുടെ വില 285 ഉയർന്നു. ഇതാണ് അറ്റ്ലസ് രാമചന്ദ്രന്റെ ഇപ്പോഴത്തെ നില. തിരിച്ചറിയണം നമ്മൾ അദ്ദേഹത്തെ. ഓരോ മലയാളിയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പലരും അദ്ദേഹത്തെ അധിക്ഷേപിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ചുപേർ അദ്ദേഹത്തിൻ്റെ നന്മയെ തുറന്നു കാണിച്ചിരുന്നു. ഒരു ദിവസം ജ്വല്ലറിയിലേക്ക് സഹോദരിയുടെ കല്യാണത്തിന് വേണ്ടി സ്വർണം വാങ്ങാൻ വേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹം ആരും അറിയാതെ സഹായിച്ച കഥ ആ സഹോദരനിലൂടെ പുറത്തറിഞ്ഞത് നവമാധ്യമങ്ങളിലൂടെ വൈറലായിരുന്നു. സാധാരണക്കാരന്റെ കൂടെ നിന്ന അറ്റ്ലസ് രാമചന്ദ്രൻ അതേ സാധാരണക്കാരനോടൊപ്പം ഇന്നും അദ്ദേഹം നിലനിൽക്കുന്നു എന്ന് പറയാം. ഇനിയും പ്രതീക്ഷിക്കാം ആ നല്ല മനസ്സിന്റെ നല്ല സഹായം. ഒപ്പം പഠിക്കാനും പറയാനും കേൾക്കാനും അറിയാനും പ്രവർത്തിക്കാനും നമുക്ക് ഇനിയുമുണ്ട്. അറ്റ്ലസ് രാമചന്ദ്രൻ ഓരോ ആളുകൾക്കും നൽകുന്നത് വലിയ പാഠങ്ങളാണ്. ഒരു സാമ്രാജ്യം തകർന്നു പോയാൽ അതിനെ പടുത്തുയർത്താൻ നമ്മൾക്ക് സാധിക്കും. ഏതൊരു ബിസിനസ് സാമ്രാജ്യമായാലും ഏതൊരു മേഖലയിലായാലും പരാജയങ്ങളും കടങ്ങളും ബാധ്യതകളും നിങ്ങളെ തേടി വന്നേക്കാം. പക്ഷേ തളരരുത്. കാരണം അതിനുള്ള ഉത്തരം അറ്റ്ലസ് രാമചന്ദ്രനിലുണ്ട്. അതുകൊണ്ട് ഓരോ മലയാളിയും കടബാധ്യതകൾ കൊണ്ട് അല്ലെങ്കിൽ പ്രയാസങ്ങൾ കൊണ്ട് വ്യവസായ ലോകം തകർന്നു നിൽക്കുമ്പോൾ പോലും നെഞ്ചും വിരിച്ച് നമ്മൾക്കുള്ള ലോകത്തെ പടുത്തുയർത്താൻ തയ്യാറാവണം. തിരിച്ചു വരണം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ. അറിയണം, പഠിക്കണം അറ്റ്ലസ് രാമചന്ദ്രനെ. സ്പെഷ്യൽ റിപ്പോർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.